വളരെ അനുഗ്രഹീതമായ ഈ രാത്രിയിൽ കർത്താവിന്റെ നാമത്തിൽ എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസൻ, അദ്ദേഹത്തിന്റെ കുടുംബം, ഇതിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായ ദൈവജനം എല്ലാവർക്കും പ്രത്യേകിച്ച് വന്ദനം. ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ അടുക്കൽ വരാൻ ദൈവം സഹായിച്ചതിനായി കർത്താവിന് നന്ദി പറയുന്നു. നമ്മുടെ സൂമിന് ഒരുപാട് പരിമിതിയുണ്ട്. ഞാൻ മീറ്റിങ്ങിന്റെ കാര്യം കർത്താവിന്റെ ദാസൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അത് അദ്ദേഹത്തോട് പറഞ്ഞു. പക്ഷെ എന്നാലും ആ പരിമിതികളിൽ ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കാൻ പാസ്റ്റർ ഒരുപാട് സന്നദ്ധതയാണ് കാണിച്ചത്. അതുകൊണ്ടുകൂടെയാണ് ഇന്ന് രാത്രി നമ്മളിങ്ങനെ ആയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ആ സൂമിന്റെ പരിമിതികൾ മാറ്റി കർത്താവിൻ്റെ വചനത്തിന്റെ മുൻപിൽ ഇന്ന് രാത്രി വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. ഇത് നമ്മുടെ ചർച്ചിന്റെ ഉപവാസ പ്രാർത്ഥനയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ഉപവസിക്കണമെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലായി പ്രാർത്ഥനയിലും ആത്മതപനത്തിലും കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്ന ദിനരാത്രങ്ങൾ തന്നെയാണ്. എന്നാൽ പരമപ്രധാനമായി നമ്മളിൽ സംഭവിക്കേണ്ടത് ദൈവവചനത്തിന്റെ ധ്യാനമാണ്. വളരെ അനുഗ്രഹീതമായ കർത്താവിൻ്റെ വചനത്തിന്റെ ധ്യാനമാണ് നമ്മളിലെ ആത്മമനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നത്. കർത്താവിന്റെ വചനവും കർത്താവിന്റെ ആത്മാവിന്റെ ശക്തിയും ഒരുമിച്ച് നമ്മുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മളിൽ വ്യാപരിക്കുമ്പോഴാണ് നമ്മളിലെ ആത്മമനുഷ്യൻ ഭയങ്കരമായി പുതുക്കം പ്രാപിക്കും. നമ്മുടെ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ആത്മമനുഷ്യനിൽ സംഭവിക്കുന്ന ദുഃഖത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. ഇന്ന് രാത്രിയിലും വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകളാണ് ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവജനത്തിന് മുൻപിൽ എനിക്ക് വയ്ക്കാനുള്ളത്. നമ്മൾ ഇതിനു മുൻപ് സൂമിൽ തന്നെ നിരവധി പ്രാവശ്യം ഒരുമിച്ച് കൂടാൻ ദൈവം നമ്മളെ സഹായിച്ചു. പ്രത്യേകിച്ച് കോവിഡിന്റെ കാലഘട്ടത്തിൽ നിരവധിയായ മീറ്റിങ്ങുകളിൽ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. എഫെസ്യ ലേഖനത്തിൽ നിന്നുള്ള ചില ചിന്തകൾ അന്ന് നമ്മൾ പങ്കുവച്ചതാണ്. ഞാൻ ഈ മീറ്റിങ്ങിനെ കുറിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നിട്ടെല്ലാം എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ച എഫെസ്യ ലേഖനത്തിൽ നിന്ന് തന്നെയുള്ള ചില വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് രാത്രി നമുക്ക് ധ്യാനിക്കാനുള്ളത്. നമുക്കറിയാം, എഫെസ്യ ലേഖനം അതിശക്തമായ ആത്മയുദ്ധത്തിന് ദൈവജനത്തെ, വിശുദ്ധന്മാരെ പ്രേരിപ്പിക്കുന്ന ലേഖനത്തിന്റെ ദൂതുകളുടെ സമാഹാരമാണ് എഫെസ്യ ലേഖനം. അത് ശാന്തമായി തുടങ്ങുന്നതാണ്. എന്നാൽ വളരെ ഗൗരവമായ ദൈവിക വെളിപ്പാടുകളിലൂടെ നമ്മളെ അത് പിന്നെ കൊണ്ടുപോകും. ആ ദൈവിക വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിലുള്ള പ്രാർത്ഥനകളാണ് പൗലോസ് ശ്ലീഹ കത്തിനകത്ത് രേഖപ്പെടുത്തിയത്. എന്ന് പറഞ്ഞാൽ, പൗലോസ് എന്ന് പറഞ്ഞ പ്രാർത്ഥനാ മനുഷ്യനെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാം ദൈവം അദ്ദേഹത്തിന് നൽകിയ വളരെ പ്രധാനപ്പെട്ട ദൈവിക വെളിപ്പാടുകളാണ്. ആ വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിലാണ് പൗലോസ് ശ്ലീഹ പ്രാർത്ഥിക്കുന്നത്. ഇത് നമുക്ക് സംഭവിക്കണം.
നമ്മുടെ പ്രാർത്ഥനകൾ ദൈവിക വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ സംഭവിക്കണം. എനിക്ക് ഒട്ടേറെ ആവശ്യങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ലത്, പ്രാർത്ഥിക്കണം. എന്നാൽ പ്രാർത്ഥനയുടെ വേറൊരു തലം, അതാണ് പൗലോസ്ലീഹ നമുക്ക് കാണിച്ചു തരുന്നത്. അത് ദൈവത്തിന്റെ ആത്മാവ് അദ്ദേഹത്തിന് നൽകിയ വളരെ ആഴമായ വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിലാണ് പൗലോസ് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത് അത് നിമിത്തം എന്ന് പറയുന്നത് അതിന് തൊട്ടു മുൻപ് വരെ പറഞ്ഞ ദൈവികമായ വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർക്കുന്നു. ഈ അടുത്തത് എന്താണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നതെന്ന്, അത് 1, 2, 3, 4 എന്ന നിലകളിൽ ആ പ്രാർത്ഥനയുടെ കൃത്യമായ ക്രമം പൗലോസ് രേഖപ്പെടുത്തി. ഇങ്ങനെ വെളിപ്പാടുകളിലൂടെ, പ്രാർത്ഥനകളിലൂടെ ഒരു വിശുദ്ധനെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ് ലേഖനം. ആ ലേഖനത്തിന് 6 അധ്യായങ്ങൾ. ഒന്നുകൂടെ അത് നല്ലതുപോലെ ഹൃദിസ്ഥമാകണമെങ്കിൽ എഫേസ്യ ലേഖനത്തിന് 6 മുറികൾ ഉണ്ടെന്ന് സങ്കല്പിക്കണം. അതിൽ 6ാമത്തതും അവസാനത്തതുമായ മുറിയിലാണ് സർവായുധ വർഗം സൂക്ഷിച്ചിരിക്കുന്നത്. ഈ 5 മുറികളിലൂടെ വളരെ ക്രമമായി അനുസരണയോടെ സഞ്ചരിക്കുന്ന ഒരു വിശുദ്ധൻ 6ാമത്തെ മുറിയിൽ ചെല്ലുമ്പോൾ അവൻ സർവായുധ വർഗധാരിയാവില്ല. പിന്നീട് അവൻ ഒരാത്മയുദ്ധത്തിനായി ഒരുക്കപ്പെടും. തുടക്കം വിശുദ്ധൻ എന്ന നിലയിൽ, ലേഖനത്തിന്റെ ഒടുക്കം ആത്മീക പോരാളി എന്ന വിശേഷണത്തിലാണ്. അങ്ങനെയുള്ള ആത്മീക പോരാട്ടത്തിനായി ഒരു വിശുദ്ധനെ ഒരുക്കുന്ന ദൂതുകളാണ് കേൾക്കാം. ഓക്കെ. എനിക്കൊന്ന് ഇടയ്ക്ക് എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അതിന്റെ തുടക്കം മുതൽ, എഫേസ്യ ലേഖനത്തിന്റെ തുടക്കം മുതൽ പരിശുദ്ധാത്മാവ് കൃത്യമായി പറഞ്ഞു വരുന്ന ദൂതുകളുടെ അനുസരണത്തിലാണ് ആത്മയുദ്ധത്തിന് വേണ്ടി നമ്മൾ ഒരുക്കപ്പെടുന്നത്. അപ്പൊ ആത്മയുദ്ധം എന്ന് പറയുന്നത് കേവലം ശാസനയല്ല, ആത്മയുദ്ധത്തിന്റെ ഒരു ഭാഗം മാത്രം. ആത്മയുദ്ധം എന്ന് പറയുന്നത് വിശുദ്ധന്റെ കൃത്യതയുള്ള ജീവിതം, ദൈവഹിതത്തെ പരിപൂർണമായി അനുസരിച്ച് ജീവിക്കുന്ന ഒരു വിശുദ്ധന്റെ ജീവിതക്രമമാണ് ആത്മയുദ്ധം. അവിടെ പൗലോസ് വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് എഫേസ്യ ലേഖനത്തിനകത്ത് പറയുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് അതാണ് ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്. എഫേസ്യ ലേഖനത്തിലെ മറ്റ്
പ്രധാനപ്പെട്ട ഒരു ചിന്ത നമ്മൾ ഇതിനു മുമ്പ് പങ്കുവെച്ചിട്ടുള്ളതാണ്. എത്ര പേർ ഓർക്കുന്നുണ്ട് എന്ന് എനിക്കറിയത്തില്ല. എഫേസ്യ ലേഖനം ഒരു ദൈവ പൈതലിനെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വിശുദ്ധമായ പദവികളുടെ വെളിപ്പാടുകളാണ്. വൃത്തമുണ്ട്, വിശുദ്ധ മന്ദിരമുണ്ട്, ദൈവസഭയുണ്ട്, പുതിയ മനുഷ്യനുണ്ട്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാത്ത, പിശാചിന് അവസരം കൊടുക്കാത്ത പ്രിയ മകനുണ്ട്. പിന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആത്മീക ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി നിർവഹിക്കുന്ന വളരെ ഉത്തരവാദിത്വമുള്ള ഒരു ആത്മീകനുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സർവായുധ വർഗധാരിയായ ഒരു പ്രാർത്ഥനാ പോരാളി, ഒരു ആത്മീക യോദ്ധാവ് പുറത്തു വരും. ഇതൊരിക്കൽ നമ്മൾ ചിന്തിച്ചതാണ്. അതുകൊണ്ട് ആവർത്തനത്തിലേക്ക് ഇന്ന് രാത്രി പോകാൻ നമുക്ക് കഴിയുന്നില്ല. പൗലോസ് 3 കാര്യങ്ങൾ പറഞ്ഞു. പൗലോസ് പറഞ്ഞ ഒന്നാമത്തെ കാര്യം കാലസമ്പൂർണതയുടെ വ്യവസ്ഥ. രണ്ടാമത്തെ കാര്യം ദൈവകൃപയുടെ വ്യവസ്ഥ. മൂന്നാമത്തെ കാര്യം മരണത്തിന്റെ വ്യവസ്ഥ. എഫേസ്യയിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥ എന്ന പദം അത് എഫേസ്യ ലേഖന ദൂതുകളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തനം എന്ന് ധ്യാനിക്കണം, അല്ലെങ്കിൽ അതിന്റെ അവതരണം, അതിന്റെ ക്രമം, അതിന്റെ ചിട്ട. ഇതാണ് വ്യവസ്ഥ എന്ന പദം എഫേസ്യ ലേഖന ദൂതുകളുടെ അടിസ്ഥാനത്തിൽ ധ്യാനിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് മൂന്നും പൗലോസിന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത കാര്യം. കാലസമ്പൂർണതയുടെ വ്യവസ്ഥ എന്താണ്? ദൈവകൃപയുടെ വ്യവസ്ഥ എന്താണ്? മർമ്മത്തിന്റെ വ്യവസ്ഥ എന്താണ്? എന്നൂടെ പറഞ്ഞാൽ, കാലസമ്പൂർണതയിൽ എന്ത് സംഭവിക്കണമെന്നാണ് ദൈവഹൃദയത്തിനകത്ത് ദൈവം പദ്ധതിയിട്ടതെന്ന് പൗലോസിന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. 2, ദൈവകൃപയുടെ പ്രവർത്തന പദ്ധതി എന്താണ്? എന്തുവാ അതിന്റെ ചിട്ട? 1, 2, 3, 4 ഇല്ല, അതിന്റെ ക്രമം. 3, മർമ്മത്തിന്റെ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഹൃദയത്തിൽ, സകലതും സൃഷ്ടിച്ച ദൈവത്തിന്റെ ഹൃദയത്തിൽ അനാദി കാലം മുതൽ, ആദി അല്ല അനാദി, ആദിക്കും മുൻപ്, അനാദി കാലം മുതൽ ദൈവം വളരെ രഹസ്യം, ആർക്കും വെളിപ്പെടുത്തി കൊടുക്കാതെ ദൈവം സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു രഹസ്യം. ആ രഹസ്യം എന്താണെന്ന് പൗലോസിന് വെളിപ്പെട്ടു എന്ന് മാത്രമല്ല, ആ രഹസ്യത്തിന്റെ പ്രവർത്തനം എന്താണെന്ന് കൂടെ പൗലോസിന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. ഇങ്ങനെ പൗലോസിന് കാര്യങ്ങൾ മനസ്സിലായത് കൊണ്ടാണ് പൗലോസ് വ്യത്യസ്തനാകുന്നത്. നമ്മൾ ആത്മീയതയിൽ വ്യത്യസ്തനാകണോ? വ്യത്യസ്തനാകണമെങ്കിൽ അതിന് തക്ക നിലയിലുള്ള ദൈവികമായ ഇടപെടലുകൾക്ക് വിധേയപ്പെടും. അപ്പൊ നമ്മൾ ചിന്തിക്കരുത്, ഇത് ഞങ്ങൾ വിശ്വാസികളല്ലേ, ഇത് ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണോ, ഇത് പാസ്റ്റേഴ്സിന് വേണ്ടിയുള്ളതല്ലേ, ഇത് പുസ്തകന്മാർക്കല്ലേ, ഇത് പ്രവാചകന്മാർക്കല്ലേ, ഞങ്ങൾ ദൈവമക്കളല്ലേ എന്ന് ചിന്തിക്കരുത്. എന്ന് ചിന്തിക്കരുതെന്ന് പറഞ്ഞാൽ, അപ്പോസ്തലൻ, പ്രവാചകൻ, ഇടയൻ, സുവിശേഷകൻ, ഉപദേഷ്ടാവ് എന്നെല്ലാം പറയുന്നത് ദൈവസഭയുടെ ശുശ്രൂഷ സംവിധാനങ്ങൾക്ക് വേണ്ടിയുള്ള ക്രമം. എന്നാൽ അതിനേക്കാളും വളരെ വളരെ ഉന്നതമായ ഒരു പദവിയാണ് എന്ന് പറയുന്നത്.
അപ്പൊ നമ്മളോട് ചോദിക്കുക, അപ്പോസ്തലൻ എന്ന പദവിയാണോ പുത്രത്വമാണോ വേണ്ടത്? നിശ്ചയം പുത്രത്വം തന്നെ. സ്വർഗത്തിൽ നമുക്ക് തരാൻ പറ്റുന്ന ഏറ്റവും ഉന്നതമായ പദവി എന്ന് പറയുന്നത് പുത്രത്വം. അപ്പോസ്തലൻ എന്ന പദവിയെക്കാളും മെച്ചമാണോ പുത്രത്വം? അതെ. എന്താ സംശയം? പിതൃത്വം എന്ന് പറഞ്ഞ പദവിയാണ് നമുക്ക് നന്നായി. സ്വർഗത്തിന് അതിനപ്പുറം ഒരു പദവി നമുക്ക് തരാനില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അപ്പോസ്തലനാകാൻ അധികാരം കൊടുത്തെന്നല്ല, ദൈവം മക്കളാകാം. അങ്ങനെ ഒരു ഉന്നതമായ പദവി പ്രാപിച്ചവരാണ് നമ്മൾ വിശുദ്ധർ. അതുകൊണ്ട് ആ വചനം ഓർത്തു നോക്കി. അപ്പോസ്തലന്മാർക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്നല്ല. പ്രവാചകന്മാർക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്നല്ല. പിന്നെയോ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ആരാ നമ്മൾ? വിശുദ്ധർ. ആരാ നമ്മൾ? വീണ്ടെടുക്കും. ആരാ നമ്മൾ? തെരഞ്ഞെടുക്കപ്പെട്ടു. ആരാ നമ്മൾ? ഇന്നറിഞ്ഞവർ. ആരാ നമ്മൾ? മുൻനിയമിക്കപ്പെട്ടു. ആരാ നമ്മൾ? അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ലഭിച്ചു. ആരാ നമ്മൾ? നിറമായ വാഗ്ദത്തം പ്രാപിച്ചു. ആരാ നമ്മൾ? പരിശുദ്ധാത്മാവെന്ന അച്ചാരം ലഭിച്ചവർ. ആരാ നമ്മൾ? പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടം. ആ നമുക്ക് ആത്മയുദ്ധമുണ്ട്. നമുക്ക് ആത്മയുദ്ധമുണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കരുത്, അങ്ങനെ ഒരു ആത്മയുദ്ധം ചെയ്താൽ തിരിച്ചടികളില്ലേ? അങ്ങനെ ചിന്തിക്കരുത്. ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന കാര്യമാണ്. നമ്മളത് ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കും. അങ്ങനെ ഒരു പോർക്കളത്തിൽ തന്നെയാണ് നമ്മൾ. നമുക്ക് വിശ്രമിക്കാനോ അലസമായിരിക്കാനോ അകാരണമായ ഭയത്തിൽ കുടുങ്ങിക്കിടക്കാനോ നമുക്ക് അനുവാദമുള്ള ആളുകളല്ല. നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനം, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനം ആകുന്നു. എത്രയേറെ ഭയങ്കരമായ ഉത്തരവാദിത്വ ബോധത്തിൽ സഞ്ചരിക്കേണ്ട ആളുകളാണ് വിശുദ്ധർ. ലേഖനത്തിൽ വരുമ്പോൾ അതുകൊണ്ട് അവനിരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച് സ്നേഹ സ്വരൂപനായ അവന്റെ രാജ്യത്തിൽ ആക്കി വെച്ചിരിക്കും. മഹത്തായ വാഗ്ദത്തങ്ങൾ നമുക്ക് ദൈവം. പല സന്ദർഭങ്ങളിൽ നമ്മൾ ആ നിലകളിൽ നമ്മൾ സഞ്ചരിക്കുന്നില്ല എന്നതും, ചലിക്കുന്നില്ല എന്നതും, യുദ്ധം ചെയ്യുന്നില്ല എന്നതും, വിശ്വസിക്കുന്നില്ല എന്നതും, പ്രാർത്ഥിക്കുന്നില്ല എന്നതും പരമമായ സത്യമാണ്. അപ്പൊ ഇന്ന് രാത്രിയിൽ നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ശരാശരി പ്രാർത്ഥനയിലാണെങ്കിൽ ദൈവമക്കളെ എവിടെയോ വളരെ ഗൗരവമായ നാളിച്ചകൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളോട് ചോദിക്കുമായിരിക്കും, അങ്ങനെയുള്ള പ്രാർത്ഥനകൾ വേണ്ടേ? ഉറപ്പായിട്ട് വേണം. പക്ഷെ അതല്ല നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉന്നതമായ പദ്ധതി. അത് ക്ലിയർ അല്ലേ? ഈ ലേഖനമൊക്കെ വായിക്കുമ്പോൾ അത് വളരെ വ്യക്തമല്ല. ദൈവഹൃദയത്തിനകത്ത് ഇത്രയും ആഴമായിരിക്കുന്ന ദൂതുകൾ നമ്മളെ അറിയിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ കർമ്മനിരതരാകണം എന്നതല്ലേ ദൈവത്തിന്റെ ഇഷ്ടം? അതല്ലേ നമ്മൾ ചെയ്യണ്ടേ? ആണ് എന്ത് ചെയ്തു? പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്തിനു പ്രാർത്ഥിക്കണം? നിങ്ങൾ ആരാണ്? നിങ്ങൾ വിശുദ്ധരാണ്. എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം. വിശുദ്ധരും വിശ്വാസികളുമായവർക്ക് ഞാൻ എഴുതുന്നു. അപ്പൊ വിശുദ്ധ എന്ന് പൗലോസ് പറയുമ്പോൾ വളരെ പൈശാചികമായ ശക്തിയുടെ സ്വാധീനതയിൽ കിടന്ന
എഫേസോസ് എന്ന് പറഞ്ഞ പട്ടണത്തിനകത്താണ് പൗലോസ് എന്ന് പറഞ്ഞ ആത്മമനുഷ്യൻ പ്രാർത്ഥിക്കാൻ കയറുന്നത്. പൗലോസിന്റെ പ്രാർത്ഥന എഫേസ്യ പട്ടണത്തിനകത്ത് സ്ഥിരമായി സംഭവിച്ചപ്പോൾ എഫേസോസ് എന്ന് പറഞ്ഞ പട്ടണത്തിൽ വിശുദ്ധനുണ്ടായി. നേരത്തെ കർത്താവിന്റെ ദാസി വർഷിപ്പ് ചെയ്തപ്പോ പറഞ്ഞൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. വിജുത എന്ന് പറഞ്ഞ സ്ഥലത്ത് നിരവധിയായ പ്രവർത്തനങ്ങൾ നടന്ന് പലതും അടച്ചു പൂട്ടിയപ്പോൾ ഞങ്ങളെ കൃപയാൽ ദൈവം നിർത്തി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ആ പട്ടണത്തിൽ വ്യാപരിക്കുന്ന പൈശാചികമായ സ്വാധീനങ്ങളുടെ ബലം എവിടെയോ പ്രാർത്ഥനയുടെ മുൻപിൽ വീടടങ്ങി തുടങ്ങുന്നു. അവിടെ ഒരു കാര്യവും ആത്മാവിൽ നടക്കാൻ സമ്മതിക്കാതെ നിന്ന ഒരാത്മമണ്ഡലത്തിൽ പരിശുദ്ധാത്മാവ് എന്തോ ഒരു പ്രവൃത്തി ചെയ്യാൻ നിങ്ങളെ ചുമതലപ്പെടുത്തി. അതുകൊണ്ടാണ് ആത്മാക്കൾ സ്വതന്ത്രമായി, അതുകൊണ്ടാണ് ആത്മാക്കൾ നമ്മളുമായി കണക്റ്റ് ആകുന്നത്. അല്ലെ? ചുമ്മാതല്ല. നമ്മൾ പാർക്കുന്ന ദേശത്ത് വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ അധികാരങ്ങളുടെ ബലത്തെ പ്രാർത്ഥനയിൽ കെടുത്തിക്കളയുക എന്ന് പറയുന്നത് വിശുദ്ധന്റെ ചുമതല. അവനത് ചെയ്യണം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദേശത്തിന്റെ കാവൽക്കാരാ രാത്രി എന്തായി. നമ്മൾ പാർക്കുന്ന സ്ഥലത്ത് വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ അധികാരങ്ങളുടെ ബലം യേശു കർത്താവിന്റെ നാമത്താൽ അത് തകരണം എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമ്മുടെ അധരത്തിൽ നിന്ന് വരുന്നുണ്ടോ? ശരിക്കും പത്രോസ് ദൈവത്തിന്റെ ദാസൻ പറയുമ്പോൾ പിശാച് എന്ന് പറയുന്ന പദം പറഞ്ഞു വിട്ടു. പിശാച് അലറുന്ന സിംഹം എന്നതുപോലെ. മാറാത്ത ചാരിയിരുന്ന യോഹന്നാൻ പറഞ്ഞപ്പോൾ യോഹന്നാൻ ഇങ്ങനെ എഴുതി, എന്നാൽ ആത്മവെളിപ്പാടിന്റെ ആധിക്യത്തിൽ നിൽക്കുന്ന പൗലോസ് പറയുന്നു, അധികാരങ്ങൾ, വാഴ്ചകൾ, സ്വർഗങ്ങളിലെ ദുഷ്ടാത്മസേനകൾ, അന്ധകാരത്തിന്റെ ഉള്ളാദി, വൈശാലികമായ സംവിധാനത്തിന്റെ 4 നിരകൾ. 1 അധികാരം, 2 വാഴ്ച, 3 സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന, 4 അന്ധകാരത്തിന്റെ. ഇങ്ങനെ വളരെ കൃത്യമായി ചിട്ടയോടും കൂടെയാണ് പൗലോസ് ഈ ദൂത് ദൈവസഭയ്ക്ക് കൈമാറുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വളരെ ക്രമമായും വളരെ ശക്തമായും വളരെയേറെ പ്രാർത്ഥനയുടെ ആത്മാവിലും വിശുദ്ധൻ സഞ്ചരിക്കണം. അവർ കേവലം ഒരു മീറ്റിംഗിൽ വന്ന് ഒരു ദൈവദാസന്റെ പ്രസംഗത്തിൽ നിന്ന് ലഭ്യമാകുന്ന ഒരു ആവേശത്തിൽ 1 മണിക്കൂർ പ്രാർത്ഥിച്ചു പിരിയുക എന്നതല്ല. അവരിൽ പ്രാർത്ഥനയുടെ ആത്മാവ് വളരെ ശക്തിയോടെ സ്വാധീനം ചെലുത്തും. അതുകൊണ്ട് പൗലോസ് എന്ന് പറഞ്ഞ പ്രാർത്ഥനാ പോരാളി എഫേസ്യ പട്ടണത്തിനകത്ത് കയറുമ്പോൾ നാളുകൾക്കകം എഫേസോസിനകത്ത് വിശുദ്ധൻ ജനിച്ചു. എന്നാൽ പരിശുദ്ധാത്മാവ് ത്തിന്റെ സ്വാധീനത്തിൽ കടന്ന അവരുടെ ഹൃദയത്തിൽ നന്നായി ഇടപെട്ടു. പരിശുദ്ധാത്മാ മുഖേന അല്ലാതെ യേശുക്രിസ്തു ദൈവപുത്രനെന്ന് ആരും പറയുന്നില്ല. പരിശുദ്ധാത്മാവിനാലാണ് ഇവർ സംസാരിച്ചത്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അവരിൽ നടന്നു, അവർ വിശുദ്ധരായി. പക്ഷെ പൗലോസിന്റെ പ്രാർത്ഥന എന്താ നോക്കി? പൗലോസിന്റെ പ്രാർത്ഥന ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കാൻ ഞാൻ പ്രാർത്ഥിക്കും. വിശുദ്ധന്മാരുടെ മേൽ ഒരു തീയ പകർച്ച നടക്കണം. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, നമ്മൾ സ്നാനപ്പെട്ടവരാണ്, നമ്മൾ അന്യഭാഷ പറയുന്നവരാണ്, ഭാവനങ്ങളുള്ളവരാണ്. ശരി. പക്ഷേ ഇന്ന് രാത്രിയിലും വിശുദ്ധവചനം വായിക്കുമ്പോൾ വിശുദ്ധവചനം നമ്മളോട് പറയുന്നു, തീയ പകർച്ചകൾക്ക് വിധേയപ്പെട്ടു.
ആത്മീയ പകർച്ചകൾ നമ്മളിൽ സംഭവിക്കും. ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെ ആത്മാവിനെ നമുക്ക് ലഭിക്കുമാറ് നമ്മളിൽ പുതിയ പകർച്ചകൾ അങ്ങനെയുള്ള പുതിയ പകർച്ചകൾ നമ്മളിൽ നടക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കുന്നത്. എന്തിനാണ് ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കുന്നത്? ആ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കുമ്പോഴാണ് ദൈവത്തിന്റെ അത്ഭുതകരമായ സത്യങ്ങൾ നമുക്ക് മനസ്സിലാകും. ആണ് പൗലോസ് എഫേസ്യ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ പൗലോസ് പറയുന്നു, സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് സകല മനുഷ്യർക്കും പ്രകാശിച്ചു കൊടുക്കാൻ വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവനായി എനിക്ക് ലഭിച്ചിരിക്കുന്നു. പഠിപ്പിച്ചു കൊടുക്കുക എന്നല്ല പൗലോസ് പറയുന്നത്, പ്രകാശിപ്പിച്ചു കൊടുക്കുക. അത് ദൈവത്തിന്റെ ദൂതുകൾ പ്രകാശിച്ചു കിട്ടണം. അങ്ങനെ പ്രകാശിച്ച് കിട്ടണമെങ്കിൽ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം. ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണമെങ്കിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിന്റെ പകർച്ച നടക്കണം. പകർച്ച നടക്കണമെങ്കിൽ പകർച്ചയെ അംഗീകരിക്കണം, പകർച്ചയ്ക്കായി കാത്തിരിക്കണം, പകർച്ചയ്ക്ക് വില കൊടുക്കണം, പകർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കണം, പകർച്ചയ്ക്ക് വേണ്ടി ഇതെല്ലാം പ്രാർത്ഥനകൾ ആത്മാവിന്റെ ഒരു പകർച്ച എന്നതിനേക്കാൾ അപ്പുറം നമ്മുടെ കുറെ കാര്യങ്ങൾ ദൈവം നടത്തി തരണം എന്നതാണോ? അങ്ങനെയാണെങ്കിൽ ഈ വചനത്തിൽ നിന്ന് എവിടെയോ മാറിയല്ലേ നമ്മൾ സഞ്ചരിക്കും. കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ മുഴങ്കാൽ മടക്കുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ള കാര്യം എന്താ? ദൈവമേ, പുതിയ പകർച്ച എന്റെ മേലിടണം, എന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടിക്കൊരു പ്രകാശനം തരണം, എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കൃപ തരണം. അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെയാണ് എന്നിലെ ആ ഒരു ആത്മീകന്റെ വളർച്ചയും വർധനവും ജ്വലനവും നടക്കുന്നതെന്ന് ഞാൻ സമ്മതിക്കുന്നു. വളരെ ഗൗരവമാണ് ദൈവമക്കളെ എഫേസ്യ ലേഖനം. എല്ലാ ലേഖനങ്ങളും ഗൗരവമുള്ളതാണ്. എന്നാൽ ഇന്ന് രാത്രി നമ്മൾ ധ്യാനിക്കുന്ന ഇത് വളരെ വളരെ ഗൗരവം. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് 3 കാര്യങ്ങൾ പൗലോസ് പറഞ്ഞെന്നുള്ളതാണ്. ഒന്ന്, കാലസമ്പൂർണതയുടെ വ്യവസ്ഥ. എന്നുവെച്ചാൽ കാലസമ്പൂർണതയിൽ എന്ത് നടക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചോ അത് ദൈവം പൗലോസിന് മനസ്സിലാക്കി. സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്ന കാലസമ്പൂർണതയുടെ വ്യവസ്ഥ. ക്രിസ്തുവിലെല്ലാം ഒന്നാണ്, സ്വർഗത്തിലുള്ളത് ഭൂമിയിലുള്ളത്. രണ്ടാമത്തെ കാര്യം, എഫേസ്യ ലേഖനം 3-ാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ പൗലോസ് പറയുന്നു, ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയത് എന്താ? 1-2 അധ്യായം. അത് നിങ്ങൾ വായിച്ചാൽ എനിക്ക് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ബോധം എന്തെന്ന് നിങ്ങൾക്ക് ഗ്രഹിക്കാം. ശരിക്കും ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതി എന്ന് പറയുമ്പോ പൗലോസിനെ സംബന്ധിച്ചത് ചുരുക്കമാണ്, നമ്മളെ സംബന്ധിച്ച് ചുരുക്കമല്ല. 1-2 അധ്യായങ്ങളുടെ ദൂതുകൾ തന്നെ നമ്മുടെ ഹൃദയത്തിനകത്ത് പ്രകാശിച്ചു വരണമെങ്കിൽ എന്തുമാത്രം ദൈവം നമ്മളെ കൃപയാൽ സഹായിക്കണം. പൗലോസ് പറയുന്നത് ചുരുക്കത്തിൽ എഴുതിയത്. എന്താ മീതെ ചുരുക്കത്തിൽ എഴുതിയത്? മീതെ ചുരുക്കത്തിൽ എഴുതിയത് പോലെ നിങ്ങളത് വായിച്ചാൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള എനിക്കുള്ള ബോധം എന്തെന്ന് നിങ്ങൾക്ക് ഗ്രഹിക്കാം. ഈ 1-2 അധ്യായത്തിലൂടെ പൗലോസ് പറഞ്ഞതാണ് ദൈവകൃപയുടെ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ദൈവകൃപയുടെ പ്രവർത്തനം. എന്തെല്ലാം ഉണ്ട് അതിനകത്ത്?
സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും ക്രിസ്തുവേശുവിൽ നിങ്ങളെ അനുഗ്രഹിച്ചു. ദൈവകൃപയുടെ പ്രവർത്തനം. യേശുക്രിസ്തുവിൽ നിങ്ങളെ ദത്തെടുക്കേണ്ടതിന് നിങ്ങളെ മുൻ നിയമിച്ചിരിക്കുന്നു. ദൈവകൃപയുടെ പ്രവർത്തനം. നിങ്ങൾക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ദൈവകൃപയുടെ പ്രവർത്തനം. അത് സകല ജ്ഞാനവും വിവേകവുമായി നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ദൈവകൃപയുടെ പ്രവർത്തനം. നിങ്ങൾക്ക് മഹത്തരമായ വാഗ്ദത്തങ്ങൾ നൽകി അതിന്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ അവൻ മുദ്രയിട്ടിരിക്കുന്നു. അത് ദൈവകൃപയുടെ പ്രവർത്തനം. അപ്പൊ ഇതെല്ലാം ദൈവകൃപയുടെ പ്രവർത്തനമാകയാൽ ഇത് പൗലോസിന് മനസ്സിലായി എന്താണ് ഇത്, എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അനുഗ്രഹമുണ്ട്, വീണ്ടെടുപ്പുണ്ട്, തെരഞ്ഞെടുപ്പുണ്ട്, ദത്തെടുപ്പുണ്ട്, മുൻനിയമനമുണ്ട്, മുന്നറിവുണ്ട്, വാഗ്ദാനങ്ങളുണ്ട്, പരിശുദ്ധാത്മാവിനുള്ള മുദ്രയിടയിലുണ്ട്, സകല ജ്ഞാന വിവേകമായി നൽകപ്പെടുന്ന കാര്യമുണ്ട്. ഇതെല്ലാം ദൈവകൃപ, അതിന്റെ പ്രവർത്തനം. മൂന്നാമത്തെ കാര്യമാണ് പൗലോസ് പറയുന്നത്. അപ്പോ ഒന്ന് കാലസമ്പൂർണതയുടെ വ്യവസ്ഥ, രണ്ട് ദൈവകൃപയുടെ വ്യവസ്ഥ, മൂന്ന് മർമ്മത്തിന്റെ വ്യവസ്ഥ. മർമ്മം, അത് പൗലോസ് പറയുന്നുണ്ട്, രഹസ്യം. അതിനെ കുറിച്ച് പറഞ്ഞത് ഇത് യുഗങ്ങളോളം ഇതാർക്കും ദൈവം വെളിപ്പെടുത്തി കൊടുത്തില്ല ഈ രഹസ്യം. കാരണം അത് അമൂല്യമായിരുന്നു. അനാദി കാലം മുതൽ ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് സൂക്ഷിച്ചു വെച്ച ഒരു രഹസ്യം. എന്താണ് അത്? സഭ. ആ സഭ എന്ന് പറയുന്ന രഹസ്യത്തെ കാലങ്ങളോളം കർത്താവ് ആർക്കും വെളിപ്പെടുത്തി കൊടുക്കാതെ കൊണ്ട് നടന്നു. പക്ഷേ ഇപ്പോൾ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതാരാണ്? അത് നമ്മളാണ്. വിശുദ്ധന്മാർക്ക് ഇപ്പോൾ അത് വെളിപ്പെട്ടു. എന്ത് വെളിപ്പെട്ടു? ഇതുവരെ വെളിപ്പെടുത്തി കിട്ടാതിരുന്ന ഒരു ഭയങ്കരമായ സത്യം, ക്രിസ്തുവേശുവിൽ ജാതികൾ സുവിശേഷത്താൽ യേശുക്രിസ്തുവിൽ അവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളുമാണ്. ഇനി പൗലോസ് മൂന്നാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ പൗലോസ് പറയുന്നു, സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ, രഹസ്യത്തിന്റെ പ്രവർത്തനം ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് കൃപ കിട്ടി. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം മുഖാന്തരം അറിവായും ഉണ്ടോ പൗലോസ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ദൈവം കാലങ്ങൾ മറച്ചു വെച്ചിരുന്ന ഒരു ഭയങ്കര രഹസ്യമാണ് സഭയെന്നും ആ സഭയുടെ പ്രവർത്തനം എങ്ങനെയാണെന്നും പൗലോസിന് വെളിപ്പെടും. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം അറിഞ്ഞത്, ഇതെല്ലാം പരിശുദ്ധാത്മാവിനാൽ ഈ മനുഷ്യന് വെളിപ്പെട്ടത് കൊണ്ടാണ് ഇങ്ങനെ അസാധാരണ പോരാളിയായി. ഇത് നമുക്ക് സംഭവിക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഹല്ലേലൂയ. ഇതിലൊന്നും കുറയാത്തൊരു കാര്യം നമുക്ക് സംഭവിക്കണം. നമ്മൾ ഈ ദിവസങ്ങളിൽ അസാധാരണക്കാരാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, പൗലോസ് പറഞ്ഞു വരുന്നത് ഒരു ഭയങ്കര കാതലായ വെളിപ്പാട് അങ്ങോട്ട് പങ്കുവച്ചിട്ട് അതിനനുസൃതമാണ് പൗലോസിന്റെ പ്രാർത്ഥന. ഒന്നാമത്തെ അധ്യായത്തിൽ അതാ കാണുന്നത്.
ഇനി 3-ാമത്തെ അധ്യായത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പാട് പറഞ്ഞിട്ട് അതിനനുസരിച്ചാണ് പൗലോസിന്റെ പ്രാർത്ഥന. എന്ത് വെളിപ്പാട് പറഞ്ഞു? വെളിപ്പാട് പറഞ്ഞത് സഭ എന്ന് പറയുന്നത് ദൈവഹൃദയത്തിനകത്ത് അനാദികാലം മുതൽ മറച്ചു വെച്ചിരുന്ന ഒരത്ഭുത രഹസ്യമായിരുന്നു. ആ രഹസ്യം എന്ന് പറയുന്ന സഭയിൽ ആ രഹസ്യ പദ്ധതിയിൽ ദൈവം കൃപയാൽ നമ്മളെ ഉൾപ്പെടുത്തി, എന്നെയും നിങ്ങളെയും. അതിന് നന്ദി പറഞ്ഞു. അങ്ങനെ അത്ഭുതകരമായ തെരഞ്ഞെടുപ്പിനകത്ത് നമ്മളെ ഉൾപ്പെടുത്തിയതിന് നമ്മൾ എത്ര നേരം കർത്താവിന് സ്തോത്രം ചെയ്തു. ദൈവം ഇങ്ങനെ മഹത്വകരമായ അനുഭവത്തിലേക്ക് അയോഗ്യനായ എനിക്ക് പ്രാപ്തി നൽകിയതിനായി കർത്താവേ സ്തോത്രം. പലപ്പോഴും നമ്മുടെ ആരാധനകൾ പ്രതിഫലം ഇച്ഛിച്ച് ചെയ്യുന്നതല്ലേ എന്നൊരു ചിന്ത നമുക്ക് വരുന്നില്ല. സൗഖ്യമാകാൻ ഒരു പ്രാർത്ഥന, സൗഖ്യമാകാൻ ഒരാരാധന, വിടുതലിന് വേണ്ടി ഒരാരാധന, വിടുതൽ നടത്താൻ ഒരാരാധന. ശരിക്കും ദൈവജനത്തിലോട്ട് ശ്രദ്ധിച്ചേ, ദൈവം നമുക്ക് കൃപയാൽ തന്ന എല്ലാ ദാനങ്ങൾക്കായും ഒരുവൻ കർത്താവിന് നന്ദി പറഞ്ഞു. ഞാൻ ഉദാഹരണം വചനത്തിൽ നിന്നെടുക്കട്ടെ. ലൂക്കോസ് 15 എവിടെയോ വിദൂരങ്ങളിൽ പോയി തകർന്നു പോയ മകൻ അപ്പന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഭയങ്കരമായ ദുഃഖത്തോടെ പങ്കുവയ്ക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഇവൻ വരുന്നത്. പക്ഷേ വചനം പറയുന്നു, ദൂരെ വെച്ച് തന്നെ അപ്പൻ അവനെ കണ്ടു, ഓടിച്ചെന്നവനെ കെട്ടിപ്പിടിച്ചവന്റെ കഴുത്തിൽ ചുംബിച്ചു. ആ കാലഘട്ടത്തിൽ അപ്പൻ ഓടിച്ചെന്ന് ഒരുവന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചവന്റെ കഴുത്തിൽ ചുംബിക്കണം എന്ന് പറഞ്ഞാൽ ദാസന്മാർക്ക് കിട്ടുന്ന ചുംബന അല്ലാതെ അത് മക്കൾക്ക് കിട്ടുന്ന ചുംബന. മേൽത്തരമായ അങ്കി, വിലയേറിയ മോതിരം, മേൽത്തരമായ ചെരുപ്പ്, കൊഴുത്തകാളക്കുട്ടി അറുപ്പിൻ. അത് കഴിഞ്ഞിട്ട് അപ്പൻ പറയുന്നു, നാം തിന്ന് ആനന്ദിക്കാം. അപ്പന്റെ സന്നിധിയിലേക്ക് യഥാസ്ഥാനപ്പെട്ട ഒരു മകൻ, അവന് ആലിംഗനം കിട്ടി, അവന് ചുംബനം കിട്ടി, അവന് തേജസ് കിട്ടി, അവന് അധികാരം കിട്ടി, അവന് പുതിയ പുറപ്പാടിന്റെ നിയോഗമായി ചെരുപ്പ് കിട്ടി, ഒരു കൊഴുത്ത കാളക്കുട്ടി അറക്കപ്പെട്ടു. അത് തിന്ന് ആനന്ദിക്കാം. അപ്പന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ നമുക്ക് സൗജന്യമായി കിട്ടുന്ന ആലിംഗനം, ചുംബനം, തേജസ്, അധികാരം, പുറപ്പാട്, ഇതെല്ലാം നമ്മൾ അനുഭവിച്ചിട്ട് നുറുക്കപ്പെട്ടതിനെ ഭക്ഷിച്ചിട്ട് സന്നിധിയിൽ അപ്പനുമായി ചേർന്ന് ആനന്ദിക്കുന്ന അനുഭവമാണ് ശരിക്കും ആരാധന. ചിലപ്പോൾ വാക്കുകൾ ഉണ്ടാകാം, ചിലപ്പോൾ കൈയടി ഉണ്ടാകാം, ചിലപ്പോൾ വാക്കുകൾ ഇല്ലാതിരിക്കാം, കൈയടി ഇല്ലാതിരിക്കാം. പക്ഷെ ആരാധന എന്ന് പറയുന്നത് ശരിക്കും ദിവ്യമായ അത്ഭുതകരമായ ഒരു അനുഭവം. ദൈവങ്ങളെ അതിന് കഴിയുന്നുണ്ടോ? ഇവിടെ ആന്തരികമായി വന്ന് കുറച്ച് പാട്ടുപാടി, കുറച്ച് സ്തോത്രം ചെയ്ത്, ഏതോ ദൈവദാസൻ പ്രേരിപ്പിക്കുമ്പോൾ കുറെ അന്യഭാഷ പറഞ്ഞ്, ഞങ്ങളെ പോലെയുള്ള ദൈവദാസന്മാർ പറയുമ്പോൾ കരമുയർന്ന് കൈയടിച്ച് മടങ്ങുവാന്നോ? തെറ്റാണെന്ന് ചോദിച്ചാൽ ഇതൊന്നും തെറ്റല്ല. പക്ഷേ കൂടെ നമുക്ക് ആത്മാവിൽ വളരുകയും വർദ്ധിക്കുകയും ദൈവകൃപയുടെ ആഴത്തിലേക്ക് നീങ്ങി നിൽക്കുകയും ചെയ്യാം. ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാം, അനുഭവിക്കാം, അറിയും പോകാം. പക്ഷെ പൗലോസ് ആഗ്രഹിക്കുന്നത്
വളരെ ഗൗരവമായ ഒരു ആത്മതലം ഇവരുടെ മേലുണ്ടാകണമെന്ന് എന്ത് ചെയ്തു? പൗലോസ് എന്ന് പറഞ്ഞ ആത്മീക പിതാവ് മടക്കി സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിലും പേർ വരാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ ഞാൻ കുത്തുന്നു. പൗലോസിനെ മുട്ടുകുത്താൻ പ്രേരിപ്പിച്ചെന്താ? പൗലോസിനെ മുട്ടുകുത്താൻ പ്രേരിപ്പിച്ചത് ദൈവികമായ രഹസ്യത്തിന്റെ പ്രവർത്തനം 1, 2, 3, 4 ഇത് പൗലോസ് എന്ന് പറഞ്ഞ ഒരു ആത്മീക പിതാവിന് മനസ്സിലായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് പ്രാർത്ഥനയാലേ സംഭവിക്കത്തുള്ളൂ. ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ വളരെ അസാധാരണമായ പ്രാർത്ഥനയുടെ തലം വെളിപ്പെട്ടു വരണം. സത്യല്ലേ? നമ്മുടെ ഭവനത്തിൽ അസാധാരണമായ ഒരു കാര്യം നടക്കണം എന്ന് ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയുടെ തലം വെളിപ്പെടണം. ദൈവമക്കളെ, ഒട്ടുമടക്കണം, ദൈവസന്നിധിയിലിരിക്കണം, ദൈവമുഖം അന്വേഷിക്കണം, ഉപസിക്കേണ്ടി വരാം, പ്രാർത്ഥിക്കേണ്ടി വരാം, വചനം ധ്യാനിക്കേണ്ടി വരാം, മുട്ടയിലിരിക്കേണ്ടി വരാം, വീണ് കിടക്കേണ്ടി വരാം. അതിന് തയ്യാറാകാൻ നമുക്ക് കഴിയുമോ? അസാധ്യ കാര്യങ്ങൾ നമ്മുടെ ഭവനത്തിൽ നടക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? ദൈവമേ, ഒരു അസാധാരണമായ പ്രാർത്ഥനയുടെ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണേ. മനുഷ്യനെ പോലെയുള്ള ഒരു പ്രാർത്ഥനയുടെ തലം ഞങ്ങളെ ഏൽപ്പിക്കണേ കർത്താവേ. ഞങ്ങളുടെ ഭവനം പ്രാർത്ഥനയുടെ ആത്മാവിനാൽ നിറച്ചു തരണേ. ഞങ്ങളിരിക്കുന്ന ഭവനം പ്രാർത്ഥനയുടെ അഭിഷേകത്താൽ നിറയപ്പെടണമേ. ഈ ദിവസങ്ങളിൽ അസാധാരണമായ പ്രാർത്ഥനയുടെ ആത്മാവിനാൽ അങ്ങ് ഞങ്ങളെ നിറയ്ക്കണേ കർത്താവേ. മണിക്കൂറുകൾ ആത്മാവിൽ ജാഗരിച്ചും പ്രാർത്ഥിച്ചും ഹൃദയത്തിൽ പ്രകാശിച്ചു ദൈവികമായ രഹസ്യങ്ങളെ ആഴമായി മനസ്സിലാക്കി ആത്മാവിൽ പോരാടിയും നിൽക്കാൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ട്. എന്നെ അസാധാരണമായ ഒരു പ്രാർത്ഥനയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണേ എന്ന് പറയാൻ എത്ര പേർക്ക് കഴിയുന്നു? പൗലോസ് 3-ാമത്തെ അധ്യായത്തിലെ വളരെ ഗൗരവമായ വെളിപ്പാട് പങ്കുവച്ചിട്ട് പൗലോസ് പറയുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? ഈ രഹസ്യത്തിന്റെ പ്രവർത്തനം നടക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ, നടക്കണമെങ്കിൽ ഇത് ഹൃദയത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ ഒരാൾ തയ്യാറാകുന്നിടത്താണ് ഇത് വിജയകരമായി സംഭവിക്കുന്നത്. ദൈവസഭ എന്ന് പറയുന്നത് ഒരു ഹോളിനകത്ത് ഒരുമിച്ച് കൂടുന്ന
ഒരു പ്രാർത്ഥനയുടെ, ആരാധനയുടെ, പാട്ടിന്റെ, പ്രസംഗത്തിന്റെ ഒരു തലം എന്നല്ലല്ലോ വചനം പറയുന്നത്. ദൈവസഭ എന്ന് പറയുന്നത് വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധനിൽ പ്രവർത്തിക്കുന്ന അസാധാരണമായ ആത്മീക അനുഭവമാണെന്ന് വചനം പറയുന്നു. ഇത് സംഭവിക്കണമെങ്കിൽ അതുകൊണ്ടാണ് പൗലോസ് അവിടെ പ്രാർത്ഥിക്കുന്നത് 3-ാമത്തെ അധ്യായത്തിൽ, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ അവന്റെ മഹത്വത്തിന്റെ തനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ ബലപ്പെടേണ്ടതിനും. എന്നിലൊരു ദൈവസഭ അധികാരത്തോടെ പ്രവർത്തിക്കണം. ആധാര ഗോപുരങ്ങൾക്ക് ജയിക്കാൻ കഴിയാതെ യേശു കർത്താവ് പണിയുന്ന ദൈവസഭയുടെ അതിശക്തമായ പ്രവർത്തനം ഞാനെന്ന് പറയുന്ന വ്യക്തിയിൽ സംഭവിക്കണമെങ്കിൽ എന്റെ അകത്തെ മനുഷ്യൻ അവന്റെ മഹത്വത്തിന്റെ ധനത്തിന് വണ്ണം അവന്റെ ആത്മാവിനാൽ ബലപ്പെടണം. അകത്തെ മനുഷ്യൻ ബലപ്പെട്ടാലേ ദൈവസഭ പ്രവർത്തനം ഞാനെന്ന് പറയുന്ന മനുഷ്യനിൽ നടക്കുന്നുള്ളൂ. പലപ്പോഴും വിശുദ്ധന്മാർ അകത്തെ മനുഷ്യനിൽ ബലം കെട്ടവരായി, ക്ഷീണിച്ചവരായി, നിരാശപ്പെട്ടവരായി, തളർന്നവരായി, 100 ചോദ്യങ്ങൾ ചോദിക്കുന്നവരായി, ആളുകൾ വേട്ടയാടുന്നവരായി ജീവിക്കുന്നെങ്കിൽ എവിടെയാണ് അവരിൽ ഒരു ദൈവസഭയുടെ പ്രവർത്തനം നടക്കുന്നത്? നരകത്തിന്റെ കവാടങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത, പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ കഴിയാതെ യേശുക്രിസ്തു പണിയുന്ന ഒരു ദൈവസഭയുടെ വളരെ മഹത്വകരമായതും അധികാരമുള്ളതുമായ ഒരു പ്രവർത്തനം ഞാനെന്ന് പറയുന്ന വിശുദ്ധനിൽ നടക്കണമെങ്കിൽ എന്റെ അകത്തെ മനുഷ്യൻ എന്റെ ത്തിനൊത്തോണം ബലപ്പെട്ടാലൊക്കത്തില്ല, അവന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം ബലപ്പെടും. ദൈവത്തിനെ ആദരിക്കേണ്ടി വരാം, വിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടി വരാം, ദൈവാത്മാവിന്റെ അത്യന്ത ശക്തിക്ക് ഞാൻ വിധേയപ്പെടേണ്ടി വരാം, ദൈവസന്നിധിയിൽ ആവശ്യമായ രൂപാന്തരപ്പെടാൻ ഞാൻ വിധേയപ്പെടേണ്ടി വരാം, ദൈവം ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാകേണ്ടി വരാം, മുറുകെ പറ്റുന്ന പാപവും സകല ഭാരവും ഞാൻ ഉപേക്ഷിക്കേണ്ടതായി വരാം, വില കൊടുക്കേണ്ടതായി വരാം, സമർപ്പിക്കേണ്ടതായി വരാം. ഇതെല്ലാം എന്നിൽ സംഭവിക്കുന്നതിലൂടെയാണ് എന്നിലെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുന്നത്. മനസ്സിലായത് കൊണ്ട് അദ്ദേഹം മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കാൻ. ദൈവങ്ങളെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ജാഗരിക്കാനുള്ള ഒരു സൗഹൃദം, ആത്മീക ബന്ധം നിങ്ങൾക്കുണ്ടോ? ഇതെന്താ പറയുന്നത്? 1,000 കൊന്നാൽ 20,000. അനിച്ചു നിൽക്കുമ്പോഴോ 1000, തിരിച്ചു നിൽക്കുമ്പോഴോ 10,000. അങ്ങനെ ഒരു കൂട്ടായ്മ ജീവിതത്തിലുണ്ടോ? അതോ ഒറ്റപ്പെട്ട ഒരു ആത്മീകനായി, ഒറ്റപ്പെട്ട വിശുദ്ധനായി, ഒറ്റപ്പെട്ട പ്രാർത്ഥനാക്കാരനായി, ഒറ്റപ്പെട്ട വിശ്വാസിയായിട്ട് പോവുകയാണോ? ഇന്ന് രാത്രി അത് അവസാനിക്കണം. അപ്പൊ ഞാൻ ആത്മാവിൽ ബലപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്ത വണ്ണം അവന്റെ ആത്മാവിനാൽ അകത്തെ മനുഷ്യൻ ബലം പ്രാപിക്കണം. യാന്ത്രികമായ 2 പാട്ടും പാടി, കൊയർ പാടുന്ന പാട്ട് കീർത്തി പാടി, ഏറ്റവും അവസാനം ഒരു 4 മിനിറ്റ് അന്യഭാഷ പറഞ്ഞ് നിർത്തിപ്പോകുന്ന ഈ പോക്കുകൊണ്ട് എങ്ങനെ ഒരു ദൈവസഭയുടെ പ്രവർത്തനം നമ്മളെന്ന് പറഞ്ഞ വ്യക്തിയിൽ ശക്തിയോടെ നടക്കും? എങ്ങനെ നടക്കും? അല്ലെങ്കിൽ ഞങ്ങളെ പോലെയുള്ള ദൈവദാസന്മാർ പ്രസംഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മപരിവർത്തനത്തിനകത്ത് പറഞ്ഞില്ല അങ്ങനെ ഉള്ള ഒരന്യഭാഷ ഭാഷണം കൊണ്ട് എത്ര നേരം അല്ലെങ്കിൽ എത്രമാത്രം ഉയരത്തിൽ നമ്മൾ ജയം പ്രാപിക്കും? പ്രയാസമാണ്. പൗലോസ് എന്ന് പറഞ്ഞ ദൈവദാസൻ എങ്ങനെ ഒരു ചർച്ചിനെ, ഒരു സഭയെ, വിശുദ്ധന്മാരെ, വീണ്ടെടുക്കപ്പെട്ടവരെ എങ്ങനെ ചേർത്ത് പിടിച്ചെന്ന് നോക്കി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മുട്ടുമടക്കും, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലം പ്രാപിക്കും.
യേശുക്രിസ്തു വിശ്വാസത്താൽ ഹൃദയങ്ങളിൽ വാസം ചെയ്യാനുള്ള ഒരു വരം നിങ്ങൾക്കുണ്ടാകും. നമ്മൾ വരം ചോദിച്ചാൽ എന്ത് ചോദിക്കും? നമ്മൾ ഒരു വരം ചോദിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചോദിക്കും? മാക്സിമം നമ്മൾ ചോദിക്കുന്ന വരം പ്രവചനവരായിരിക്കും. സാധ്യത കൂടുതൽ അതിന് ഒരു 80% ചോദിച്ചാലും പ്രവചനവരം ചോദിച്ചു നിർത്തും. പക്ഷെ നിങ്ങൾക്കറിയാമോ, വേദപുസ്തകത്തിൽ പുത്രത്വം എന്ന് പറയുന്ന മഹനീയ പദവിയുള്ള ആൾ, അയാൾ പ്രവചനവരത്തിൽ നിൽക്കുന്നു എന്നുള്ളതല്ല, അയാൾ ജയിക്കുന്നത് വിവേചനവരം. പ്രവർത്തിച്ച ഫിലിപ്പിയ സഭയ്ക്ക് വേണ്ടി നിങ്ങൾ ഏതാനും ഭേദങ്ങൾ വിവേചിക്കാൻ കരുത്തുള്ളവരാകണം എന്ന് ഞാൻ പറഞ്ഞു. ആർക്കും വേണ്ടത് നമ്മൾ ചോദിക്കും. ഗൗരവമായ പരിവർത്തനങ്ങൾ നമ്മൾ നടത്തണ്ടേ ദൈവമക്കൾ? പിന്നെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനം അതിശക്തമായി പല നിലകളിൽ വളരെ പ്രാധാന്യതയോടെ ഗൗരവത്തോടെ എന്നെ ഉപദേശിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാതെ പ്രസംഗിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രസംഗം എന്ന നിലയിൽ ദൈവമക്കൾ ചിന്തിക്കണം. ഈ ദിവസങ്ങൾ നമുക്കും കർത്താവിന് അങ്ങനെയുള്ള ഗൗരവമായ ഒരു ആത്മതലം ഞങ്ങളിൽ വെളിപ്പെടുത്തി തരണം. യേശുക്രിസ്തു വിശ്വാസത്താൽ ഹൃദയങ്ങളിൽ വസിക്കാനുള്ള വരം ഞങ്ങൾ. പൗലോസ് എന്തുകൊണ്ട് ഇത് പ്രാർത്ഥിക്കാൻ നോക്കണം? പ്രാർത്ഥിക്കാൻ വേണ്ടി പൗലോസ് അങ്ങ് പ്രാർത്ഥിക്കുമല്ല. പൗലോസിന് മനസ്സിലായി ദൈവരഹസ്യം എന്ന് പറയുന്ന സഭയുടെ പ്രവർത്തന രീതി ഇങ്ങനെയാണെങ്കിലേ അത് പ്രവർത്തിക്കൂ. ഞാനെന്ന് പറയുന്ന മനുഷ്യനിൽ ഒരു ദൈവസഭ എന്ന് പറയുന്ന അത്ഭുതകരമായ ദൈവിക സത്യം വർക്ക് ചെയ്യണ്ടേ? അത് ചെയ്യണമെങ്കിൽ പൗലോസിന് അത് മനസ്സിലായതുകൊണ്ടാണ് പൗലോസ് ഇത് പ്രാർത്ഥിക്കുന്നത്. ഇത് സംഭവിക്കണം. 3, അവന്റെ സ്നേഹത്തിന്റെ നീളം, വീതി, ആഴം, ഉയരം എന്നത് സകല വിശുദ്ധന്മാരോട് കൂടെ ഗ്രഹിക്കാൻ. ദൈവസ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും എനിക്ക് ഒറ്റയ്ക്ക് ഗ്രഹിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ദൈവജന പ്രകാരം സാധ്യമല്ല. വിശുദ്ധന്മാരുടെ ഭയങ്കരമായ കൂട്ടായ്മയിൽ ഞാൻ കണക്ട് ആകണം. വിശുദ്ധന്മാരുടെ കൂട്ടായ്മ കണക്ട് ആകുന്ന പറഞ്ഞാൽ വെള്ളിയാഴ്ച നടക്കുന്ന ആരാധനയിൽ 50 പേരിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു കസേരയിൽ പോയി ഇരുന്നാൽ വിശുദ്ധന്മാരുടെ കൂട്ടായ്മ ആവത്തില്ല. വിശുദ്ധന്മാരുടെ കൂട്ടായ്മയാണെങ്കിൽ അതുപോലെയുള്ള ആത്മബന്ധങ്ങളിൽ കണക്ട് ആകും. ദാവീദ് എന്ന് പറയുന്ന മനുഷ്യനെ, ദാവീദിന്റെ പ്രതിസന്ധികളിൽ, നിലത്തിലെ ഗുഹയിൽ ദാവീദ് ഒളിച്ചും തളർന്നും ഇരിക്കുന്ന കാലഘട്ടത്തിൽ ദാവീദ് ബലപ്പെടുന്നങ്ങനെ ദാവീദിനോട് ഹൃദയം കൊണ്ട് പറ്റിച്ചേർന്ന ഒരു യോനാഥൻ ദാവീദിനുണ്ടായിരുന്നു. രാജാവിന്റെ മകനാണെങ്കിലും യോനാഥൻ ദാവീദിനോട് പറയുമായിരുന്നു, ഇസ്രയേലിന്റെ അടുത്ത രാജാവ് നീയാകട്ടോ. ദാവീദ് രാജകീയ പദവിയിൽ വരുന്നതിൽ ആവശ്യം സന്തോഷിക്കാൻ കഴിയുന്ന, ദാവീദിന്റെ ഹൃദയത്തോട് പറ്റിച്ചേർന്നിരിക്കുന്ന ഹൃദയമുള്ള ഒരാത്മബന്ധമുള്ള ഒരു യോനാഥൻ. ആ കൂട്ടായ്മ ഉണ്ടായത് കൂട്ടായ്മ എന്ന് വിളിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ വണ്ടിയെടുത്ത് നേരെ പോയി ഒരു ഹോളിനകത്ത് കയറി ഒരു കസേരയിൽ ഇരുന്ന് അവിടെ 1.5 മണിക്കൂർ നടക്കുന്ന ഒരു ആത്മീയ സ്വഭാവമുള്ള പ്രാർത്ഥനാ രീതികളിൽ പങ്കെടുത്തിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ട് ഞങ്ങൾ വിശുദ്ധന്മാരുമായി കൂട്ടായ്മ ആചരിക്കുന്ന പറഞ്ഞാൽ നല്ലത് പറയാം. എന്നാൽ വിശുദ്ധന്മാരുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് അതിനേക്കാൾ വളരെ വളരെ ആഴവും പരപ്പുമുള്ള ഒരു സത്യം. പൗലോസിന്റെ പ്രാർത്ഥന ഏതാ? നമ്മുടെ സമയം ഏകദേശം തീരാറായി. ശരിക്കും വിശുദ്ധന്മാരുമായിട്ടുള്ള അതിശക്തമായ ആത്മബന്ധങ്ങളിൽ
ഈ ദിവസങ്ങളിൽ കണക്റ്റായി കിടക്കും. നിങ്ങളുടെ അനുഗ്രഹം ആഗ്രഹിക്കുന്ന സൗഹൃദങ്ങൾ, നിങ്ങൾക്കൊരു നന്മ വരുന്നത് അതിൽ സന്തോഷിക്കുന്ന സൗഹൃദങ്ങൾ, നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളെ ഹൃദയത്തിൽ വഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സൗഹൃദം, അത് ഉണ്ടാകുന്ന, അതിനാണ് പറയുന്നത് വിശുദ്ധന്മാരുടെ കൂട്ടായ്മ. വിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയാനുള്ള പ്രാപ്തി എങ്ങനെ അറിയും? വിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയാനുള്ള പ്രാപ്തി എങ്ങനെ അറിയും? അതൊരു അനുഭവമാണ്. ഇളയവൻ ഉടഞ്ഞു പോയെങ്കിലും തിരിച്ചു വരുമ്പോൾ അവനെ ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്ത് ചുംബിക്കുന്ന ചുംബനം ഏറ്റെടുത്ത ഇളയ മകന്റെ ഹൃദയത്തിൽ അപ്പനെ കുറിച്ചുണ്ടാകുന്ന സ്നേഹത്തിന്റെ ഓർമ്മകളുടെ 4-1 ഞാൻ നിന്റെ ഭവനത്തെ വിട്ടുപോയില്ല, ഞാൻ നിന്റെ കൽപ്പനകളെല്ലാം പാലിച്ചു എന്ന് പറയുന്ന മൂത്തമകന്റെ ഹൃദയത്തിൽ വ്യാപരിക്കുകയല്ല, മറ്റൊരു അനുഭവമാണ്. അയാൾ അനുഭവിക്കുക അപ്പന്റെ സ്നേഹത്തിന്റെ ആഴം, ഹൃദയതലങ്ങളിൽ ആഴമായി അനുഭവിക്കുന്ന അനുഭവം. മറ്റേക്ക് പറയാറുണ്ട്, ഇതുവരെ ഞാനൊരു കൽപ്പന ലംഘിച്ചിട്ടില്ല, ഞാൻ നിന്റെ ഭവനത്തെ വിട്ടുപോയിട്ടില്ല, ഞാൻ നിന്നെ വിട്ടുപോയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, എല്ലാം പറയുമ്പോഴും ആനന്ദിക്കാതിരുന്ന അപ്പൻ ആനന്ദിക്കുമ്പോൾ അപ്പന്റെ ആനന്ദത്തിന്റെ രഹസ്യം എന്ത് എന്ന് ബാല്യക്കാരനോട് ചോദിക്കാതെ മൂത്തവൻ അറിഞ്ഞില്ല. എന്റെ അപ്പന്റെ അമിതമായ ആഹ്ലാദത്തിന്റെ കാരണം എന്തെന്ന് വേറൊരാളോട് ചോദിക്കാതെ ഞാൻ അറിയണ്ടേ? അതല്ലേ എന്റെ ആത്മബന്ധം. സന്തോഷിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സന്തോഷത്തിന്റെ രഹസ്യം എന്താന്ന് വേറൊരാള് പറഞ്ഞു തരാതെ എനിക്കറിയാൻ ബാക്കിയുണ്ടെന്ന് പറഞ്ഞാൽ അയാൾ ഞാനുമായിട്ടുള്ള ഭയങ്കരമായ ബന്ധത്തിന്റെ അഗാധതയല്ലേ അത് സൂചിപ്പിക്കും. വചനം പറയുന്നത് വിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയാനുള്ള പ്രാപ്തി നമുക്കുണ്ടാകും. ഓരോ ദിവസങ്ങളിലും കർത്താവുമായി ചേർന്നിരുന്ന് മെനക്കെട്ടിരുന്ന് അലസത വെടിഞ്ഞ് ഇതൊന്ന് മനസ്സിലാക്കാൻ സമർപ്പിച്ച് കൊടുത്ത് പ്രാപിക്കുന്നു. അതാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ മുട്ടുമടക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ഇത് സംഭവിക്കട്ടെ. ലോകത്തിന്റെ എല്ലാം നിറഞ്ഞു വരണമെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തുമാത്രം ആഴമായി ഈ മനുഷ്യൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്നുണ്ട് എന്റെ ദൈവമക്കളെ. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇതെന്തുമാത്രം ആഴമായി പതിഞ്ഞു കിടക്കുന്നു പൗലോസിന്റെ ഉള്ളിൽ. നമ്മൾ കാണുന്ന വർത്തമാനകാല ആത്മീകതയും ഈ വചനത്തിന്റെ സദ്ബന്ധത്തിൽ എന്തുമാത്രം അന്തരമുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ അവസാനത്തെ ദിവസം നമ്മുടെ ഹൃദയത്തെ കർത്താവ് പിടിച്ചെടുക്കുന്നുണ്ടോ? നമ്മുടെ ചിന്തകളെ ഇളക്കി മറിക്കുന്നുണ്ടോ? ഇവിടേക്ക് തൃപ്തി അടഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തമ്പുരാൻ അടിച്ചു പൊട്ടിക്കുന്നുണ്ട്. ഇതിനപ്പുറത്തേക്കൊന്ന് സഞ്ചരിച്ച് കയറണം എന്നൊരു ഭയങ്കര സമർപ്പണത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ തിരിക്കുന്നുണ്ടോ ഇന്ന് രാത്രി? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒച്ചയും ബഹളവും ഒന്നും ഉണ്ടാക്കണം ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഇരിക്കുന്ന ഇരുത്തത്തിൽ നിങ്ങളുടെ കണ്ണുകളെ അടച്ച് 2 മിനിറ്റ് കർത്താവിനോട് സംസാരിച്ചു. ഞങ്ങളുടെ ആത്മീക ജീവിതത്തിന് കാതലായൊരു മാറ്റം സംഭവിക്കുമാർ ഇന്ന് രാത്രി എന്നെ നന്നായി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു തരുന്നെന്ന് പറയാൻ മൂന്നാമത്തെ അധ്യായത്തിൽ പൗലോസിന്റെ ഈ പ്രാർത്ഥന
എനിക്ക് പൗലോസിന്റെ ഒന്നാമത്തെ അധ്യായത്തിലെ പ്രാർത്ഥനയൊക്കെ ഇഷ്ടമാണ് എനിക്ക്. പക്ഷെ അതിനേക്കാളും എനിക്ക് ഭയങ്കരമായി ഇഷ്ടം തോന്നിയ ഒരു പ്രാർത്ഥന 3-ന്റെ പ്രാർത്ഥന. പ്രാർത്ഥനാ വിഷയങ്ങളാണ്. അല്ലാതെ പൗലോസ് 3:20 പറയുന്നു, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യാൻ കഴിയുന്നവൻ. എന്തോ നമ്മൾ ചോദിച്ചേ, എന്തുവാ നനച്ചേ? 1-ാമത്തെ അധ്യായത്തിലേക്ക് വളരെ ഗൗരവമായ പ്രാർത്ഥനാ വാചകങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പൗലോസ് പറയുക, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി. അപ്പോൾ പൗലോസ് നടത്തിയ പ്രാർത്ഥനകളെക്കാളും അതിന്റെ മറുപടികൾ, ആ ചോദ്യം, ആ നിലവ്, അതിനേക്കാളും അത്യന്തം പരമായി ദൈവം ചെയ്യണം. നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യാൻ കഴിയുന്ന. മൂന്നാമത്തെ അദ്ദേഹത്തിന് ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് 4-5 രണ്ട് മുറികളിലൂടെ കൊണ്ടുപോയി. നമ്മുടെ ഈ ലോക ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളിലൂടെ എല്ലാം കൊണ്ടുപോയി. അപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ, ഭാര്യ എന്ന നിലയിൽ, മകൻ എന്ന നിലയിൽ, മകൾ എന്ന നിലയിൽ, യജമാൻ എന്ന നിലയിൽ, ദാസൻ എന്ന നിലയിൽ വളരെ അനുസരണത്തോടെ വിശ്വസ്തയോടെയുള്ള ജീവിത ശൈലിയും കഴിഞ്ഞ് നേരെ കൊണ്ടുപോകുന്നതാണ് ആറാമത്തെ മുറിയിലെ സർവായുധ വർഗം കൂടെ അവിടെ നിർത്തുന്നില്ലെന്നുള്ളത്. ആൾ പറയുന്നു, സകല പ്രാർത്ഥനയാലും യാചനയാലും നേരം ആത്മാവിൽ പ്രാർത്ഥിച്ചു അതിനായി ജാഗരിച്ചു സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കണം. സകല പ്രാർത്ഥനയാലും. സകല പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ എല്ലാ തലങ്ങളും സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു അതിനായി ജാഗരിച്ചു സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കും. ഇവിടെ കൊണ്ട് നിർത്തി നോക്കി. ഇതെല്ലാം ഉണ്ടെങ്കിലും വളരെ 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 ഒരു 100 വളരെ ഞാൻ പറഞ്ഞാലും എനിക്കത് വിവരിച്ചു തീർക്കാൻ പറ്റുമെന്ന് എനിക്കറിയട്ടെ. അങ്ങനെയുള്ള വളരെ ആഴമായ ഒരു പ്രാർത്ഥനാ ജീവിതം, വിശ്വാസത്തിന്റെ തലം, ആത്മപകർച്ചയുടെ തലം, അകത്തെ മനുഷ്യന്റെ തലം, ആഴമായ സമർപ്പണത്തിന്റെ അനുഭവം, ആഴമായ രൂപാന്തരത്തിന്റെ അനുഭവം എല്ലാം നമുക്ക് വേണമെന്നാണ് പരിശുദ്ധാത്മാ പറയുന്നെങ്കിൽ ഈ രാത്രി ഇതിന്റെ മുൻപിൽ കർത്താവേ ഞാൻ എന്നെ സമർപ്പിക്കുന്നത് പറയുന്നവർ മാത്രം ദൈവസന്നിധിയിൽ കണ്ണുകൾ അടച്ച് നിങ്ങൾക്ക് വേണ്ടി 2 മിനിറ്റ് കൊണ്ട് പ്രാർത്ഥിച്ച് ഞാൻ ഇത് അവസാനിപ്പിക്കാം. ദൈവം നമ്മളെ സഹായിക്കണം. ഞങ്ങളുടെ ഹൃദയത്തെ ഇളക്കി മറിക്കണേ കർത്താവേ. ഇന്ന് രാത്രി ഭയങ്കരമായ രൂപാന്തരം ഞങ്ങൾക്ക് തരണമേ. ഭയങ്കര പരിവർത്തനത്തിന് ഞങ്ങളെ വിധേയപ്പെടുത്തണേ. ഇവിടെ സെറ്റിലായിരിക്കുന്ന ഞങ്ങളുടെ ആത്മീക ജീവിതം ദൈവമേ ഈ ദിവസങ്ങളിൽ പണിയാം. വിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് കൃപ തരണേ. ഇന്ന് രാത്രി ഇതിനകത്ത് സമർപ്പിച്ച് കാത്തിരിക്കുന്ന എല്ലാ ദൈവങ്ങൾക്ക് വേണ്ടി കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, എവിടെയൊക്കെയാണോ മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി ഒക്കെ മാനസിക വ്യതകൾ, ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച ഞങ്ങളുടെ ജനം ഈ ദിവസങ്ങളിൽ ഹൃദയം കലങ്ങിയവരായൊക്കെ ഇരിക്കുന്നു. അവിടെ എല്ലാം ഇന്ന് രാത്രി ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങിച്ചെല്ലുന്ന കർത്താവേ, ദൈവത്തിന്റെ വചനത്തെ അത്ഭുതമായ പ്രവർത്തനത്തെ ദൈവം വെളിപ്പെടുത്തണ കർത്താവേ. സ്വർഗം അത്ഭുതം ചെയ്യണ കർത്താവേ. ഇന്ന് രാത്രി അടിയൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധാത്മാ ഒരു പുതിയ പകർച്ചയിടണേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹാത്ഭുതങ്ങളെ ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളെല്ലാം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉപവസിച്ചും പ്രാർത്ഥിച്ച് കാത്തിരുന്ന ഈ ഉപവാസ പ്രാർത്ഥനയുടെ സമാപന രാത്രിക്കായി സ്തോത്രം ചെയ്യുന്ന ഉപവാസം തീരുന്നെങ്കിലും ഈ ഉപവാസം ആരൊക്കെ ചിലർ എക്സ്റ്റെൻഡ് ചെയ്യണം. വലിയ വിജയം പ്രാപിക്കുന്നതിനെയും പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ നീങ്ങാൻ ഭാഗികമായിട്ടാണെങ്കിലും ഒരു നേരമായിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ദൈവത്തിലിരിക്കാൻ ദൈവം കൊടുക്കണേ എന്ന് കർത്താവിന്റെ ദാസൻ എന്ന അധികാര പദവിയിൽ നിന്നുകൊണ്ട് കർത്താവേ ഈ ജനത്തെ പിതാവിന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ
അടിയനെ അനുഗ്രഹിച്ചു കർത്താവേ. സൗഖ്യങ്ങൾ നടക്കട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ, വിടുതലുകൾ നടക്കട്ടെ, ദൈവപ്രവൃത്തി നടക്കട്ടെ. ഈ ചർച്ചിൽ വിശാലതകൾ ഉണ്ടാകട്ടെ, ആത്മാക്കളെ വർദ്ധിക്കട്ടെ. പട്ടണം ഇവരുടെ മുമ്പിൽ കീഴടങ്ങി കൊടുക്കട്ടെ. റബാല സിയാര, അവിടെ വ്യാപരിക്കുന്ന മന്ത്രവാദ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ മടക്കട്ടാവേ. അധികാരങ്ങൾ, വാഴ്ചകൾ, ദുഷ്ടാത്മസേനകൾ, ആധിപത്യങ്ങൾ, പ്രഭുത്വങ്ങൾ, കർത്തൃത്വങ്ങൾ, നാമങ്ങൾ എല്ലാം യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ കീഴടങ്ങട്ടെ. അത്ഭുതമാണ് അനുഗ്രഹിച്ച യേശുവിൻ നാമത്തിൽ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നന്ദി. കർത്താവിന്റെ ദാസനെയും ശുശ്രൂഷകളും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.